ജനങ്ങളെ മണ്ടന്മാരാക്കുന്ന പരിപാടിയാണല്ലോ രണ്ടു കൂട്ടരും കാണിക്കുന്നത്. പാർട്ടികൾ തമ്മിലുള്ള ചില വിരോധങ്ങൾ ആയിരിക്കും, അല്ലാതെ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ രണ്ടുപേരും ചെയ്ത കണക്കിന് തെറ്റ് തന്നെയാണ്. രാജി ആവശ്യപ്പെടാം, പ്രതിപക്ഷത്തിന് രാജി ആവശ്യപ്പെടാം, മറ്റവർക്ക് രാജി വെക്കണം വെക്കാതെ വേറെ കാര്യം. പക്ഷേ ഇതിൻ്റെ നിജസ്ഥിതി അറിഞ്ഞ ശേഷം കാര്യങ്ങളിലേക്ക് കടക്കുന്നതായിരിക്കും. ഇതെല്ലാം ഈ രാഷ്ട്രീയ പാർട്ടിക്കാരെന്ന് വെച്ചാൽ എല്ലാം കള്ള കൈകളാണ്. അവിടെ നിൽക്കും ഇവിടെ നിൽക്കും, എല്ലാം കള്ളന്മാരാണ്. ഇപ്പോൾ രാഹുൽ രാജിവെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ്സിന് നല്ലതാണ്. അവിടെ ബ്ലാക്ക് മാർക്ക് പോയിക്കിട്ട് വീണ്ടും രാഹുലിനെ തെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിക്കാം. നമസ്കാരം. ആരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജി ആവശ്യപ്പെട്ടിരിക്കുകയാണ് CPM. എന്നാൽ രാഹുലിനെതിരെ CPM രാജി ആവശ്യപ്പെടുമ്പോൾ അവർ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. സമാനമൊരു കേസ് തന്നെയായിരുന്നു CPM MLAയും നടനുമായ മുകേഷിനെതിരെയും നേരിടേണ്ടി വന്നത്. അപ്പോൾ രാഹുലിന്റെ രാജി ആവശ്യപ്പെടുന്ന CPM എന്തുകൊണ്ടായിരിക്കും മുകേഷിന്റെ രാജി ആവശ്യപ്പെടാത്തത്? ഇതേപറ്റി ജനങ്ങൾക്ക് പറയാനുള്ളത് ഇതാണ്. മാങ്കൂട്ടത്തിനെതിരെ പോകുന്ന കേസുകളൊക്കെ കാണുന്നുണ്ടല്ലോ. CPM അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ CPMന്റെ MLA ആയിരുന്ന മുകേഷിനെതിരെ സമാന സാഹചര്യത്തിലുള്ള ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാഹുലിന്റെ രാജി ആവശ്യപ്പെടുന്ന CPM എന്തുകൊണ്ടായിരിക്കും മുകേഷിന്റെ രാജി ആവശ്യപ്പെടാത്തത്? അവിടെയൊക്കെ പൊളിറ്റിക്കൽ പ്രശ്നമായിരിക്കണം. പക്ഷെ അത് നമുക്ക് ജനങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? ജനങ്ങളെ മണ്ടന്മാരാക്കുന്ന പരിപാടിയാണല്ലോ രണ്ടു കൂട്ടരും കാണിക്കുന്നത്. അപ്പോൾ രണ്ടുപേരും രാജിവെക്കട്ടെ, മാതൃ കാണിക്കട്ടെ, അതിലേ നല്ലത്. രാഹുൽ മാത്രം രാജിവെക്കേണ്ട, മുൻകാലങ്ങളിലുള്ള MLAമാർ രാജിവെക്കട്ടെ. അപ്പോഴത്തേക്ക് ഇവരുടെ രാജി ആവശ്യപ്പെടാം. അപ്പോൾ രാഷ്ട്രീയം പറയുന്നതല്ല, പൊതു സമൂഹത്തിൽ അങ്ങനെ ഒരു മാന്യത എല്ലാ കൂട്ടരും കാണിക്കണം. എങ്കിൽ മാത്രമല്ല ജനങ്ങൾ വോട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ. രണ്ടുപേരും രാജിവെക്കണം എന്നുള്ളൊരു ആവശ്യം. രണ്ടുപേരും രാജിവെക്കട്ടെ, എല്ലാവരും രാജിവെക്കട്ടെ, ആരോപണ വിധേയരായ എല്ലാവരും രാജിവെക്കട്ടെ. അതാണല്ലോ നല്ലത്. നമ്മുടെ സമൂഹത്തിന് സമൂഹത്തിനാണെന്നല്ല, എന്നാലും നമുക്ക് നമ്മുടെ ഭരണകർത്താക്കൾ ഒരു എന്താ പറയുക, ഒരു അഭിമാനത്തോടെ പറയാൻ പറ്റുമല്ലോ. അപ്പോൾ രാഹുൽ രാജിവെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ്സിന് നല്ലതാണ്. അവിടെ പിന്നെ പ്രശസ്തി ബ്ലാക്ക് മാർക്ക് പോയിക്കിട്ട് വീണ്ടും രാഹുലിനെ തെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിക്കാം. അങ്ങനെയൊക്കെ രാഹുൽ നിന്ന് കഴിഞ്ഞാൽ ജയിക്കുമെന്ന് തോന്നുന്നുണ്ടോ? പാലക്കാട് അതിനെപ്പറ്റി അറിയാം. അവിടുത്തെ ജനങ്ങൾ ഷാഫി പറമ്പിലിന്റെ ഒരു സ്വാധീനം കൂടെ ഉണ്ടായത് കൊണ്ടായിരുന്നു അദ്ദേഹം ജയിച്ചത്. ഇനി ആ ഒരു പിന്തുണ ജനങ്ങൾ കൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇത്രയും ആരോപണം ഇത് യഥാർത്ഥമാണോ എന്നുള്ള പബ്ലിക്കിന് അറിയത്തില്ലല്ലോ. അപ്പോൾ യാഥാർത്ഥ്യമാണെങ്കിൽ കൂട്ടു നിൽക്കത്തില്ല. അല്ലാതെ ഫാബ്രിക്കേറ്റഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും രാഹുൽ തന്നെ ആയിരിക്കും വീണ്ടും ചാൻസ് ഉണ്ടാവും അവിടെ നിൽക്കുകയാണെങ്കിൽ എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കോൺഗ്രസ് അദ്ദേഹത്തിന് ഒരു സീറ്റ് കൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? അതിനെപ്പറ്റി അറിയാൻ പറ്റില്ല, അതൊക്കെ പാർട്ടി തീരുമാനമാണല്ലോ. പാർട്ടികൾ തമ്മിലുള്ള ചില വിരോധങ്ങൾ ആയിരിക്കും, അല്ലാതെ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ രണ്ടുപേരും ചെയ്ത കണക്കിന് തെറ്റ് തന്നെയാണ്. സെയിം തെറ്റാണ്. ഇപ്പോൾ CPM തന്നെ പറയുന്നുണ്ട് രാഹുൽ രാജിവെക്കണമെന്നൊരു ആവശ്യം CPM മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സമാന കേസിലായിരുന്നു മുകേഷിനെതിരെ ആരോപണം ഉയർന്നത്. പക്ഷേ അദ്ദേഹത്തിന് രാജിവെക്കാൻ പറയുന്നില്ല. ഹോൾഡ് കൊണ്ടായിരിക്കും തൽക്കാലം ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും എതിർത്ത് പറയുന്നത്, അത്രേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് തെറ്റ് തന്നെയാണ്. ആരും രാഹുലിന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടായിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അത് എനിക്ക് അത്ര ക്ലിയർ ആയിട്ട് പറയാൻ, നാട്ടുകാർ അത്രയും പറയുമ്പോഴത്തേക്ക് അത് ശരിയായിരിക്കും എന്നല്ലേ വിശ്വസിക്കാൻ പറ്റുള്ളൂ. അദ്ദേഹം രാജിവെക്കണമെന്ന ആവശ്യം അങ്കിളിനുണ്ടോ? അങ്ങനെ എങ്കിൽ ഈ പറയുന്ന രണ്ടുപേരുടെ സൈഡിലും പറയേണ്ട കാര്യങ്ങളുണ്ട്, അത് അത്രേ പറയുന്നുള്ളൂ. രണ്ട് പാർട്ടിക്കാരല്ലേ, അതുകൊണ്ട് നമുക്കിതിന്റെ സത്യാവസ്ഥ അറിഞ്ഞുകൂടല്ലോ. അതല്ല അത് ശരിയാണെന്ന് തോന്നുന്നുണ്ട്. ഇപ്പൊ CPM ആണ് പറയുന്നത് രാഹുൽ രാജിവെക്കണം, സ്ത്രീ കേസാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ മുകേഷിനെതിരെ ആരോപണം ഉയർന്നല്ലോ. എന്തുകൊണ്ടായിരിക്കും മുകേഷിന്റെ അടുത്ത് മാത്രം രാജിവെക്കേണ്ട എന്നൊരു നിലപാട് CPM എടുക്കുന്നത്? അത് കേസ് പിൻവലിച്ചിരിക്കുകയല്ലേ, അപ്പൊ മുകേഷ് നിരപരാധിയായിരിക്കുമെന്നായിരിക്കും തോന്നുന്നത്. എന്താ ഒരു നടിയായിരുന്നില്ല, ഒരുപാട് യുവതികൾ മുകേഷിനെതിരെ അന്ന് ആരോപണം ഉന്നയിച്ചിരുന്നു. പുള്ളിയുടെ ഇത് നമ്മളെ യൂട്യൂബിൽ തന്നെ ഒരുപാട് MLA ഹോസ്റ്റലിൽ പുള്ളി കളിയടിക്കുന്നൊക്കെ സമയം MLA ഹോസ്റ്റലിലൊക്കെ ലോക്ക് കിടന്നില്ല, ഇവിടെ പഠിച്ചോണ്ടൊക്കെ എന്താ നമുക്കിതിൽ രണ്ടുപേരെയും നിർമ്മിക്കാൻ തോന്നുന്നുണ്ടോ? ഇപ്പൊ ഒരാള് രാജിവെക്കണം, മറ്റൊരാള് സമാന കേസിൽ വരുമ്പോ രാജിവെക്കണ്ട എന്ന് പറയുമ്പോൾ അതൊരു ശരിയായ നടപടിയാണെന്ന് തോന്നുന്നുണ്ടോ? അല്ല. രാജിവെക്കുവാണെങ്കിൽ മുകേഷും രാജിവെക്കണം എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇതിനകത്ത് പൊളിറ്റിക്സ് ആണല്ലോ വർക്ക് ചെയ്യുന്നത്, രാഷ്ട്രീയം വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇതിനകത്ത് യാഥാർത്ഥ്യം എന്നെ സംബന്ധിച്ച് അറിഞ്ഞുകൂടാ. യാഥാർത്ഥ്യക്കാർ ഇനി ഈ വരുന്ന ആളുകളിലെ അറിയും. ഇപ്പോൾ വീഡിയോ എല്ലാം നമുക്ക് കൃത്രിമമായിട്ട് ചെയ്യാവുന്നുള്ളതേ ഉള്ളൂ. സത്യമായിട്ട് പറയണമല്ലോ. അതുകൊണ്ട് എല്ലാം കൃത്രിമമായിട്ട് സൃഷ്ടിക്കാൻ ഇപ്പം ഞാൻ ആരെ സപ്പോർട്ട് ചെയ്ത് പറയുകയില്ല. കാര്യം ഗൗരവമായിട്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ സൈബർ സെല്ലുകാരും ഒക്കെ കൂടെ അന്വേഷിച്ച് തീരുമാനം അറിയുന്നവർ കുറച്ച് സാവകാശം കൊടുത്ത് ഉചിതമായ നടപടിയെടുക്കുന്നതായിരിക്കും നല്ലത്. ചാടിക്കയറി രാജി ആവശ്യപ്പെടാം, പ്രതിപക്ഷത്തിന് രാജി ആവശ്യപ്പെടാം,
മറ്റവർക്ക് രാജി വെക്കാതെ വേറെ കാര്യം. പക്ഷേ ഇതിൻ്റെ നിജസ്ഥിതി അറിഞ്ഞ ശേഷം കാര്യങ്ങളിലേക്ക് കടക്കുന്നതായിരിക്കും. കിടക്കട്ടെ, ഇവിടെ പൊളിറ്റിക്സ് ഒന്നും ഞാൻ പറയുന്നില്ല. എങ്കിലും ഞാൻ രണ്ട് കൂട്ടരെയും സപ്പോർട്ടും ചെയ്യുന്നില്ല. ഇവിടെ പല ഇഷ്യൂസ് ഇതിന് മുമ്പോട്ടുണ്ട്. പക്ഷേ യാഥാർത്ഥ്യവുമായിട്ട് പൊരുത്തമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. സത്യം ഇപ്പം ആർക്കും എന്തും ചെയ്യാവുന്ന കാര്യം. ഇപ്പോൾ ഒരു പുരുഷനും സ്ത്രീയും കൂടെ ഒരിടത്തിരുന്ന് സംസാരിച്ചാൽ അത് വെച്ച് രണ്ടുപേരുടെ മുഖം എടുത്തിട്ട് അതിനെ അനിമേഷനിൽ കൂടെയൊക്കെ പലതും ചെയ്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കളിക്കുന്നുണ്ടല്ലോ, അതിനെ വെച്ച് കളിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്നും 100% ആരും പറയുന്നത് വിശ്വസിക്കണ്ട. ഇപ്പം പറയുന്നുണ്ടല്ലോ രാഹുൽ രാജി വയ്ക്കണം. പക്ഷെ എന്തുകൊണ്ടായിരിക്കും സ്വന്തം MLA യുടെ കാര്യത്തിലും ആ ഒരു നിലപാട് CPM എടുക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടായിരിക്കും? അല്ല, അത് അവർക്ക് രാഷ്ട്രീയ നിലപാടുകൾ അവരുടെ അതാത് പാർട്ടിക്കാർ അവരുടെ വിഷയത്തിൽ പിന്നെ ഈ വക കാര്യങ്ങൾ അവരുടെ പാർട്ടിക്ക് വേണ്ടി അവരുടെ ആളിന് വേണ്ടിയല്ലേ നിൽക്കുകയുള്ളൂ. അത് ഒരിക്കലും അത് ശരിയായ നടപടിയാണെന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും സ്വന്തം പാർട്ടിയിലെ കാര്യത്തിലും അത് ആദ്യം ചെയ്യണമായിരുന്നു. ചെയ്തിട്ടായിരുന്നെങ്കിൽ ഇപ്പൊ ആ കാര്യം ഈ കേസിന് ബലമായിരുന്നു. തീർച്ചയായിട്ടും അല്ല, അങ്ങനെ പറയാം. ശരിക്കും പറഞ്ഞാൽ റൈറ്റ്സ് ഇല്ല. സത്യമായിട്ട് പറയുമ്പോൾ റൈറ്റ്സ് ഇല്ല. പക്ഷേ എങ്കിലും അതിൻ്റെ അകത്ത് പൊളിറ്റിക്സ് ഉള്ളത് കൊണ്ടാണ് അവരങ്ങനെ ചെയ്യാത്തത്. അത് വേറെ സത്യം. പക്ഷേ ഒരേപോലത്തെ രണ്ട് വിഷയങ്ങൾക്ക് ഒരേ പ്രാധാന്യമാണ് ഞാൻ കൊടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ രണ്ടുപേരും രാജിവെക്കണം. അഭിപ്രായമാണ് എനിക്ക്. എൻ്റെ അഭിപ്രായം രണ്ടുപേരും രാജിവെക്കണം, അത്രയേ ഉള്ളൂ. രാജിവെച്ചിട്ട് ഇപ്പോൾ ഒരാൾ രാജിവെച്ചെന്നാണ് വെച്ചോ? ഇല്ല, അദ്ദേഹം അധ്യക്ഷ സ്ഥാനമാണ് രാജിവെച്ചത്. MLA സ്ഥാനം രാജിവെച്ചത്. ഞാനതെ കുറച്ച് സമയക്കുറവുകൊണ്ട് ഇരുന്ന് വായിക്കുക. ഹെഡിങ് എന്തോ വായിച്ചിട്ട് ഞാൻ പിന്നെ ബാക്കിയിലേക്ക് കടന്നില്ല. കൂടുതൽ ഇനി അറിയാനൊന്നുമില്ല. അത് അവർ ഉചിതമായ നടപടി, രണ്ട് കൂട്ടർ ഉചിതമായ നടപടി എടുക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ. അവരുടെ പാർട്ടിയായല്ലോ അത്. പക്ഷേ ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? അതെ, അതല്ലേ ശരി. അവരുടെ പാർട്ടി അല്ലാത്തതുകൊണ്ട്. പക്ഷേ എതിർ പാർട്ടിയിൽ ഒരു നേതാവിനോട് രാജി ആവശ്യപ്പെടുമ്പോൾ ആദ്യം സ്വന്തം പാർട്ടിയിലല്ലേ അത് നടത്തി കാണിക്കേണ്ടത്? ആരും ചെയ്യില്ലല്ലോ. ഞാൻ മോശമാണെന്ന് ഞാൻ പറയുമോ? അതെന്റെ കാര്യം. ഇതെല്ലാം ഈ രാഷ്ട്രീയ പാർട്ടിക്കാരെന്ന് വെച്ചാൽ എല്ലാം കള്ളക്കൈകളാണ്. അവിടെ നിൽക്കും ഇവിടെ നിൽക്കും, എല്ലാം കള്ളന്മാരാണ്. ഈ മാങ്കുട്ടത്തിൽ തന്നെ എത്ര പേരാണ് ഇത് ചെയ്ത് അയാളെ ജയിപ്പിച്ചത്. വരുന്ന എല്ലാ പീഡന കേസും അങ്ങനെ CPM എടുക്കുന്ന നിലപാട് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? സ്വന്തം MLA രാജിവെക്കണമെന്ന് പറയുന്നില്ല, പക്ഷേ എതിർ പാർട്ടിയിൽ ഒരു MLA സമാന കേസിൽ വരുമ്പോൾ രാജിവെക്കണമെന്ന് പറയുന്നു. ആ CPMന്റെ ആ ഒരു നിലപാട് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? തെറ്റാണ്. സ്വന്തം പാർട്ടിയിലുള്ള ഒരു നേതാവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പുള്ളിനെ രാജിവെപ്പിച്ചിട്ടല്ലേ മറ്റുള്ളവരോട് പറയാനുള്ളത്. അതിനോട് യോജിക്കുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വരുന്ന കേസ് സത്യമാണെന്ന് തോന്നുന്നുണ്ടോ? പറയാൻ പറ്റത്തില്ല എന്താണെന്നുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ദൃക്സാക്ഷിയല്ലേ കാണാൻ വേണ്ടിയിട്ടുള്ളത്. യുവതികളുടെ പരാതി കേൾക്കുമ്പോൾ എന്ത് തോന്നുന്നു? അദ്ദേഹത്തെ ആരെങ്കിലും തകർക്കാനായിട്ട്, കാരണം നമുക്കൊരു നിയമസഭാ ഇലക്ഷൻ വരാൻ പോവുകയാണ്. അപ്പം ആ ഒരു ഇലക്ഷനിൽ കോൺഗ്രസിനെ താറടിക്കാനുള്ള എന്തെങ്കിലും ശ്രമങ്ങൾ ഇതിന് പിന്നിലുണ്ടാകുമോ? ഉണ്ടായാലും ഇവരെ ഞാൻ പറഞ്ഞില്ല നേരത്തെ വിട്ട്, ഇവരെ ആരെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. എല്ലാം കള്ളം. അങ്ങനെയാണ് ഈ പിണറായി ഈ സ്വർണ്ണ കള്ളക്കടത്ത് വന്നപ്പോൾ അതിലെന്തിരി ചെയ്ത് അതിൽ ഒരു മുക്കം തിരിയാ. എൻ്റെ പേരിലാണത് എല്ലാം ഇത് തന്നെ കള്ളന്മാർ.